മരിച്ചവരെ പുനർജീവിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നത് ശാസ്ത്രവിരുദ്ധമല്ലേ? ശാസ്ത്രവിരുദ്ധവും ശാസ്ത്രാതീതവും നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രവിരുദ്ധം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പറഞ്ഞൊരു കാര്യത്തിന് എതിരാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യത്തിൽ ശാസ്ത്രം പറയുന്നതിനെതിരായിക്കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത് ശാസ്ത്രവിരുദ്ധമാണ്. ശാസ്ത്രീയമായി നടക്കുന്ന കാര്യമായിരിക്കണത്. ശാസ്ത്രീയമായിട്ട് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ പഠന മേഖല ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ്? ഭൗതിക പ്രകൃതി ലോകങ്ങളെ പറ്റി നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും സിദ്ധാന്തങ്ങൾ പരിശോധിക്കുന്നതിലൂടെയും നടത്തുന്ന പഠന സമ്പ്രദായത്തെയാണ്, പഠന സംവിധാനത്തെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്, ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. ആ ഭൗതിക ശാസ്ത്രത്തിൻ്റെ മേഖലയിലാണോ ഇസ്ലാം പറയുന്ന മരണപ്പെട്ടതിന് ശേഷം പുനർജീവിക്കുക എന്ന് പറയുന്ന കാര്യം വരുന്നത്? ഒരിക്കലുമല്ല. അതിൻ്റെ അധീനതയിൽ വരുന്ന കാര്യമല്ല. അതാ ഭൗതിക പ്രകൃതി ലോകത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചോ പരീക്ഷിച്ചോ അതിൽ സിദ്ധാന്തങ്ങൾ പരിശോധിച്ചോ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ല. അള്ളാഹു ഭാവിയിൽ സംവിധാനിച്ച മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക, ജീവിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം ഒന്ന്. ഇനി രണ്ട്, ശാസ്ത്രം ഇപ്പോൾ പറയുന്ന കാര്യം വെച്ച് നമുക്കിത് അസാധ്യമായിട്ട് തോന്നുമോ, അസാധ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ശാസ്ത്രത്തിൻ്റെ വളർച്ച നോക്കി നമുക്ക് ഇത് ഒരു നിലക്കും അസാധ്യമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ സാധ്യതയുടെ അളവ് നമുക്ക് കൂടിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളമാണ് പഠിച്ചു നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഇന്ന് ക്ലോണിംഗ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിയിൽ നിന്ന് അതേപോലത്തെ മറ്റൊരു ജീവി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ജീവിയുടെ ചില സെല്ലുകൾ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ആ ജീവിയുടെ DNA കുറച്ച് സാമ്പിളുകൾ കിട്ടിയാൽ മതി. ആ സാമ്പിളുകളിൽ നിന്ന് അതേപോലെ ഒരു വ്യത്യാസവുമില്ലാത്ത വേറൊരു ജീവി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ക്ലോണിങ്ങിലൂടെ. അത് ഒരുപാട് മൃഗങ്ങളിലൊക്കെ അത്തരത്തിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വലിയ പഠനങ്ങളൊന്നും ഇത് കാണാൻ കഴിയില്ല. അത് അണെത്തിക്കലായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് കൂടി ആ പരീക്ഷണങ്ങളെ കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അത് സാധ്യമാണെന്ന് ചെടികളിൽ എത്രയോ കാലമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, മൃഗങ്ങളിൽ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ പഠനങ്ങൾ ഇത്തരം ഒരു കാര്യത്തിൻ്റെ അസാധ്യതയല്ല, അതിൻ്റെ സാധ്യതയാണ് കാണിച്ചിരുന്നത്. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ നമ്മുടെ ഭൗതിക സംവിധാനത്തിനുള്ളിലുള്ള എക്സ്ട്രാ ഇടപെടലുകൾ, അധിക ഇടപെടലുകൾ, അത് മുഅ്ജിസത്താവാം, കറാമത്താവാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരലോകവുമായിട്ട് ബന്ധപ്പെട്ട ഇഹലോകത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങളാവാം. ഇവ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങളുടെ വിശദീകരണമായിട്ട് നമ്മൾ കാണരുത്. അത് ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങളോ സിസ്റ്റമോ ആയിട്ട് ഒരിക്കലും കാണരുത്. ഇപ്പോൾ മുഅ്ജിസത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഉത്തരം പറയാം? അത് ശാസ്ത്രീയമായി സംഭവിക്കാത്തൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളതിനെ മുഅ്ജിസത്ത് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് അത്ഭുതം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് അത്ഭുതമായിരിക്കുമോ? ഒരു വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴത്തേക്ക് വരുന്നു, അതിലെന്താ അത്ഭുതമാണുള്ളത്? അതൊരു പ്രവാചകന് മുഅ്ജിസത്തായിട്ട് കൊടുക്കേണ്ട ആവശ്യം എന്താണുള്ളത്? നേരെ മറിച്ച് ഒരു പാറക്കുള്ളിൽ നിന്ന് ഒരു ഒട്ടകം പുറത്തേക്ക് വരുന്നു, ആ ഒട്ടകം പുറത്തേക്ക് വരുന്നത് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ പറ്റുമോ? വിശദീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് അത്ഭുതമായിട്ട് മാറുന്നത്. ആ വിശദീകരിക്കാൻ കഴിയായികയാണ് അതിനെ മുഅ്ജിസത്താക്കി മാറ്റുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ ശാസ്ത്രത്തിന്റെ പരിധിക്കുള്ളിൽ നമ്മൾ കെട്ടരുത്. ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ പഠനങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇതിന്റെ സാധ്യതയെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞ സ്പെസിഫിക് എക്സാമ്പിളിന്റെ അഥവാ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നതിന്റെ സാധ്യത നോക്കുമ്പോൾ നമുക്കതിന് വലിയ സാധ്യതകളിലായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ചോദ്യങ്ങളൊക്കെ വളരെ വളരെ ഷാർപ്പാണ്. ഈ തുരുമ്പിച്ച എല്ലുകളിൽ നിന്ന്, മണ്ണിൽ അലിഞ്ഞു പോയവരിൽ നിന്ന്, അവരിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്നത്? ആ എല്ലിൻ്റെ ചെറിയൊരു പൊട്ട് മതി, എല്ലിൻ്റെ ചെറിയൊരു കഷ്ണം മതി, അതിൻ്റെ DNA അല്ലെങ്കിൽ സെല്ലിൻ്റെ വളരെ ചെറിയ അംശം മതി എന്നാണ് നമുക്ക് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്.